ഇവിടെ കാശ്മീരി ശൈവ സമ്പ്രദായത്തിൽ പ്രധാനമായിട്ടും ചതുർ ആമ്നായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഡിവിഷനുണ്ട്. തന്ത്രം ശിവന്റെ മുഖത്ത് നിന്ന് വന്നതായത് കൊണ്ടും തന്ത്രത്തെ 5 ആമ്നായങ്ങളായിട്ട് മറ്റ് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഊർധ്വമുഖത്തിൽ നിന്ന് വന്നുള്ളതുകൊണ്ട് ഊർധാമ്നായമെന്നും, പൂർവ്വമുഖത്തിൽ നിന്ന് വന്നുകൊണ്ട് പൂർവാമ്നായമെന്നും, ദക്ഷിണമുഖത്തിൽ നിന്ന് വന്നതുകൊണ്ട് ദക്ഷിണാമ്നായമെന്നും, ഉത്തരമുഖത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഉത്തരാമ്നായമെന്നും, പശ്ചിമമുഖത്തിൽ നിന്ന് വന്നതുകൊണ്ട് പശ്ചിമാമ്നായം എന്ന് പറഞ്ഞിട്ട് 5 തരംതിരിക്കുക. അതൊരു ക്ലാസിഫിക്കേഷനാണ്. കാമികാഗമം അനുസരിച്ച് രുദ്രന്റെ ഈ 5 മുഖങ്ങളിൽ നിന്നും 5 ആമ്നായങ്ങൾ ഉണ്ടായി എന്നുമാണ് പറയപ്പെടുന്നത്. ഈ 5 മുഖങ്ങൾ സദ്യോജാതൻ, വാമദേവൻ, അഘോരൻ, തൽപുരുഷൻ, ഈശാനൻ എന്നിങ്ങനെയാണ്. ഈ 5 മുഖത്തിൽ നിന്നും 28 ആഗമങ്ങൾ ഉണ്ടായതായിട്ടും പറയുന്നു. ഈ 28 ആഗമങ്ങളും 5 മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ 5 മുഖത്തു നിന്ന് വന്ന 5 മാർഗങ്ങൾ: 1 ലൗകിക മാർഗം, 2 വൈദിക മാർഗം, 3-മത്തേത് ആധ്യാത്മിക മാർഗം, 4-മത്തേത് ആദിമാർഗം, 5-മത്തേത് മന്ത്രമാർഗം, മന്ത്രാത്മകം അല്ലെങ്കിൽ മന്ത്രമാർഗം എന്ന് പറയും. ഇത് വേറൊരു തരത്തിൽ വേറെ ചില ഗ്രന്ഥങ്ങളിൽ ഊർധ്വമുഖത്തിൽ നിന്നും മുക്തിരൂപമായിട്ടുള്ള സിദ്ധാന്ത ആഗമങ്ങളും അതുപോലെ തന്നെ പൂർവ്വമുഖത്തിൽ നിന്ന് എല്ലാത്തരം വിപത്തുകളെയും നശിപ്പിക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്ത്രങ്ങളും, അതുപോലെ ഉത്തരമുഖത്തിൽ നിന്നും വശ്യതന്ത്രങ്ങളും, പശ്ചിമ മുഖത്തു നിന്നും ഭൂതഗ്രഹ നിവാരണങ്ങളായിട്ടുള്ള ഭൂതതന്ത്രങ്ങളും, ദക്ഷിണമുഖത്തു നിന്നും ഭൈരവതന്ത്രങ്ങൾ ഉണ്ടായി എന്നും ഒരു ഡിവിഷൻ. പല അഭിപ്രായമുണ്ട്, അതിൽ ഒരു ഡിവിഷൻ. ഈ ആമ്നായ ഭേദങ്ങളെ ശാക്തേയ തന്ത്രങ്ങളിൽ കുറേ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അതിൽ ശാക്തേയ തന്ത്രഗ്രന്ഥങ്ങളിൽ ആമ്നായങ്ങളുടെ ലോകമാണ് കേട്ടോ. അപ്പം ശക്തി സംഗമ തന്ത്രം അനുസരിച്ച് 6 തരത്തിലുള്ള ആമ്നായങ്ങളെ പറയുന്നു. ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ച് 2 വിദ്യയായിട്ട് തിരിക്കുന്നു. അത് 1-മത്തേത് കാതിവിദ്യ എന്നും 2-മത്തേത് ഹാദിവിദ്യ എന്നും പറയുന്നു. കാതിവിദ്യ എന്ന് പറയുന്നത് കാളിയുടെ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന കാളിയുടെ കുലത്തിൽപ്പെടുന്നതും, ഹാദിവിദ്യ എന്ന് പറയുന്നത് ത്രിപുരസുന്ദരിയുടെ ചിജ്ഞാന ഗോചരയായിരിക്കുന്ന ത്രിപുരസുന്ദരിയുടെ ലോകവുമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദേവതകളുടെ ഉപാസനയെക്കുറിച്ചും അതിൻ്റെ കുലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പം നിരുത്തരതന്ത്രത്തിൽ ഈ കുലദ്വയത്തെ തിരിച്ചിട്ട് അതിൻ്റെ ദേവതകളെക്കുറിച്ചും പറയുന്നുണ്ട്. കാളീകുലത്തിൽ കാളി, താര, രക്തകാളി, ഭുവന, അതേപോലെ തന്നെ മഹിഷമർദിനി, പ്രത്യങ്കര, ത്രിപുട, ദുർഗ എന്നീ ദേവതകൾ കാളീകുലത്തിൽ വരും എന്നും, ശ്രീകുലത്തിൽ സുന്ദരി, ത്രിപുരസുന്ദരി, ഭൈരവി, ബാല, ബഗ്ള, കമല, മാതങ്കി, സ്വപ്നവതി, മഹാകാളി, മധുമതി എന്നിങ്ങനെ പറയും. എനിക്ക് തോന്നുന്നു ഈ ശ്രീകുലത്തിൽ വരുന്ന കാളിയും ഭൈരവിയും, ശക്തി ഭൈരവി എന്ന് പറയുന്ന ദേവതയും, അതുപോലെ തന്നെ ഈ ശ്രീകുലത്തിൽ വരുന്ന മഹാകാളിയും ഒക്കെ കേരളീയമായിട്ടുള്ള ഒരു ആചാരക്രമവുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളീയമായിട്ടുള്ള ഭദ്രകാളി പദ്ധതിയിലെ ദശാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് ഈ ബാലയുടെ മന്ത്രമായിട്ടും വളരെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട്, ബാലയുടെ മന്ത്രവും അതുപോലെ തന്നെ ഭൈരവി മന്ത്രവുമായിട്ടും ഒക്കെ കുറേ അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ശ്രീകുലത്തിനകത്തൊരു മഹാകാളി പറയുന്നതായിരിക്കാം പിന്നീട് ചിലപ്പം ദാരികജിത്തായിട്ടൊക്കെ മാറിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദാരികജിത്തിൻ്റെ കഥ, ഈ ദാരികാസുരനെ വധിച്ച കാളിയുടെ കഥ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മാർക്കണ്ഡേയ പുരാണ അന്തർഗതമായിട്ട് വിശ്വസിക്കപ്പെടുന്ന ഈ കാളിയുടെ ഉൽപ്പത്തി, ഭദ്രോൽപ്പത്തി എന്ന് പറയുന്ന ഭാഗം ഒറിജിനൽ മാർക്കണ്ഡേയ പുരാണത്തിലില്ല എന്നുള്ളതും അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പം ഒരുപക്ഷെ ഈ ശ്രീകുലത്തിനകത്തുള്ളത് കൊണ്ടായിരിക്കാം ബാലാബീജങ്ങളൊക്കെ ഈ കാളിയുടെ പദ്ധതിയായിട്ട് വന്നിട്ടുള്ളതെന്ന് നോക്കാം. അതുപോലെ മഹാസിദ്ധിസാര തന്ത്രത്തിൽ ജഗത്തിനെ 3 വിഭാവനകളായിട്ട് ചെയ്തിട്ട് അതനുസരിച്ച് സാധനയെയും ഗ്രന്ഥങ്ങളെയും അവർ തരംതിരിച്ചിട്ടുണ്ട്. അത് 1-മത്തെ രഥക്രാന്ത, 2-മത്തെ വിഷ്ണുക്രാന്ത, 3-മത്തേത് അശ്വക്രാന്ത എന്നിങ്ങനെയാണ്. ഇവയ്ക്കോരോന്നിനും സ്വന്തം ദൃഷ്ടിയെ ആസ്പദമാക്കി 64 തന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നു. ഈ അടുത്ത വിഷയം ഈ 64 തന്ത്രങ്ങളെക്കുറിച്ച് ശ്രീകണ്ഠ സംഹിതയിലും ലക്ഷ്മീധരൻ്റെ വാമകേശ്വര തന്ത്രത്തിലും
ഭാസ്കരായ ഭാസ്കരായരുടെ മതമനുസരിച്ച് പറയുന്ന ഗ്രന്ഥത്തിലും ഭാസ്കരായ മതമനുസരിച്ചും തോടലോത്തര തന്ത്രം അനുസരിച്ചും മഹാസിദ്ധിസാര തന്ത്രം അനുസരിച്ചും ഈ 64 തന്ത്രം പലയിടത്തും വേറെ വേറെ. ഈ ശ്രീകണ്ഠ സംഹിതയിലെ പറയുന്നതുമായിട്ടും ലക്ഷ്മീധര വാമകേശ്വര തന്ത്രത്തിൽ പറയുന്നതായിട്ടും ഭാസ്കരായ മതമനുസരിച്ച് പറയുന്നതായിട്ടും തോടലോത്തര തന്ത്രം അനുസരിച്ചും മഹാസിദ്ധിസാര തന്ത്രം അനുസരിച്ചുമുള്ള തന്ത്രഭേദങ്ങൾ വ്യത്യാസമുണ്ട്. ഈ 64 തന്ത്രം ഈ വിശ്വകൽപ്പനയായി പറയപ്പെടുന്ന രഥക്രാന്ത, വിഷ്ണുക്രാന്ത, അശ്വക്രാന്ത എന്ന് പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ 64 തന്ത്രങ്ങൾ ആചാര്യന്മാർക്ക് തന്നെ വിഭിന്ന അഭിപ്രായങ്ങളാണ്. ഇതാണ് 64 എന്ന് ഒരാളുടെ അഭിപ്രായം. ലക്ഷ്മീധര വാമകേശ്വര തന്ത്രത്തിൽ പറയുന്ന അഭിപ്രായമല്ല ഭാസ്കരായർ പറയുന്നത്. അപ്പോൾ ഈ ആചാര്യന്മാർക്ക് തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? അവരവരുടെ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കുക. വേറൊരാളുടെ പദ്ധതിയെക്കാളിലും നല്ലത് എൻ്റെ പദ്ധതിയാണെന്ന് വഴക്കടിക്കാതിരിക്കുക. ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കുക. നമ്മുടെ പരമ്പരയിൽ എന്തായാലും സിദ്ധഗുരുക്കന്മാർ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഗുണം നമുക്ക് ഉണ്ടാവും. സാധനയാണ് മുഖ്യം, തപസ്സാണ് മുഖ്യം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ശാക്തേയ തന്ത്രങ്ങളിൽ പൂർവാംന്യായം, ദക്ഷിണാംന്യായം, ഉത്തരാംന്യായം, ഊർധാംന്യായം എന്നും അതുപോലെ തന്നെ പാതാളാംന്യായം എന്നും പറയുന്നു. നാഗശക്തികളെ കുറിച്ച് പറയുന്ന ആംന്യായങ്ങളാണ് പാതാളാംന്യായങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ നാഗോപാസനകളും അതുപോലെ നാഗവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യകളുമൊക്കെ പാതാളാംന്യായങ്ങളിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാതാളാംന്യായത്തിൽ നിന്നും സർപ്പവിഷയങ്ങൾ, നാഗശക്തികളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് സർപ്പങ്ങളെക്കുറിച്ചുള്ള തന്ത്രങ്ങളെ, സർപ്പങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പാതാളാംന്യായ തന്ത്രങ്ങളെ പാതാളതന്ത്രങ്ങൾ എന്ന് പറയുന്നു. ഇങ്ങനെ സമ്പ്രദായ വിവേചനമനുസരിച്ച് അനവധി വിഷയങ്ങളും അനവധി ഗ്രന്ഥങ്ങളുമാണ് തന്ത്രഗ്രന്ഥത്തിലുള്ളത്. ഈ പറയുന്നതിലൊന്നും തന്നെ എത്രത്തോളം പൂർണ്ണമാക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം പല ഗ്രന്ഥങ്ങളിൽ പല ഡിഫറെൻ്റ് അഭിപ്രായങ്ങളാണ്. അത്രത്തോളം ക്ലാസിഫിക്കേഷൻ എന്നാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട്. മഹാദേവൻ തന്നെ പറയുന്ന ഒരു കാര്യം ഭഗവതിയോടെ, ഇത് അളക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം അറിവിൻ്റെ ഖനിയാണിത്.